ടിഷ്യൂ ഫാബ്രിക്കിൽ ഫുൾ ബോഡിയിലും സെൽഫ് ത്രെഡ് വീവിലാണ് സാരീസ് വന്നിരിക്കുന്നത്. നല്ല ജോമെട്രിക്കൽ അബ്സ്ട്രാക്ട് ഡിസൈൻസിലും ഫ്ലോറൽ പാറ്റേണിലുമാണ് ഓരോ സാരിയും വരുന്നത്. ഈ ഒരു സാരിയുടെ കളർ പാലറ്റ് പറയുകയാണെങ്കിൽ പിങ്ക് ആണ്, സോഫ്റ്റ് പേസ്റ്റൽ ബേബി പിങ്ക് ആണ് സാരിയുടെ കളർ വരുന്നത്. അതിൽ അതേ പാറ്റേണിൽ തന്നെ അതേ ആ ഒരു കോമ്പിനേഷനിൽ തന്നെ സെൽഫ് ത്രെഡ് വീവിലാണ് ഫുൾ ബോഡിയിലും ആ ഒരു പാറ്റേൺ വരുന്നത്. നല്ലൊരു ഫ്ലോറൽ ആ ഒരു അബ്സ്ട്രാക്ട് പ്രിന്റ് ആണ് ബോഡിയിൽ വരുന്നത്. ബോർഡർ ഇല്ല, വിത്തൗട്ട് ബോർഡർ ആണ് സാരി വരുന്നത്. ഈ ഒരു ലുക്ക് ആയിരിക്കും സാരി നമ്മൾ ഡ്രേപ്പ് ചെയ്യുമ്പോഴും ആ ഒരു പ്ലീറ്റ്സ് വരുമ്പോൾ എല്ലാ സാരീസിനും വരുന്ന പോലെ തന്നെ ഹാഫ് പോർഷനിലായിരിക്കും ഫുൾ ആ ഒരു ത്രെഡ് വൂവൺ പാറ്റേൺസ് വന്നിട്ട് അപ്പർ പോർഷൻ വരുന്നത് പ്ലെയിൻ ആയിട്ടായിരിക്കും. ചെസ്റ്റ് പോർഷനും പല്ലും എല്ലാം നല്ല പാറ്റേണിലാണ്, ഒരു സെൽഫ് ഡിസൈൻസിൽ തന്നെയായിരിക്കും ഒരു വൂവൺ പാറ്റേൺസ് വരുന്നത് സാരിയിൽ. ഇതായിരിക്കും സാരിയുടെ ആ ഒരു ത്രെഡ് വൂവൺ സ്റ്റൈലിലുള്ള ബോഡി വരുന്നത്. ഈ ഒരു ലുക്കിലായിരിക്കും നല്ലൊരു ഫ്ലോറൽ അബ്സ്ട്രാക്ട് ജോമെട്രിക്കൽ ഡിസൈൻ. വീണ്ടും സോഫ്റ്റ് പേസ്റ്റൽ പീച്ച് തന്നെ സാരിയുടെ കളർ. ഇതിൽ ആ ഒരു മോട്ടീവ്സ് വരുന്നത് ഫ്ലോറൽ മോട്ടീവ്സിലാണ് വരുന്നത്. ഇതിന്റെ മുൻപത്തെ സാരിയിൽ അബ്സ്ട്രാക്ട് ഡിസൈൻസ് ആയിരുന്നു, ജോമെട്രിക്കൽ അബ്സ്ട്രാക്ട് ഡിസൈനിലായിരുന്നു ആ ഒരു ത്രെഡ് വൂവൺ സ്റ്റൈലിൽ വന്നത്. ഇതിൽ വരുമ്പോൾ ഫ്ലോറൽ മോട്ടീവ്സ്, പീച്ചിൽ പീച്ച് തന്നെയായിരിക്കും ആ ഒരു ഫ്ലോറൽ മോട്ടീവ്സ് വരുന്നത്. ഈ ഒരു ലുക്കായിരിക്കും സാരിക്ക് വരുന്നത്. ഫുൾ ബോഡിയിൽ നല്ല സ്മോൾ പാറ്റേണിലുള്ള ഫ്ലോറൽ ഒരു എംബ്രോയിഡറി വർക്കിലുള്ള മോട്ടീവ്സ് ആയിരിക്കും വരുന്നത്. ലാസ്റ്റ് സാരിയാണ് വരുന്നത്. ഇത് വരുന്നതും പേസ്റ്റൽ ബേബി പിങ്ക് തന്നെ സാരിയുടെ ഷെയ്ഡ് വരുന്നത്. ഇതിൽ ആ ഒരു ത്രെഡ് വർക്കിന്റെ പാറ്റേൺ മാറിയിട്ടുണ്ട്. ഇതിൽ വരുമ്പോൾ ജോമെട്രിക്കൽ പാറ്റേണിലാണ് ഒരു ത്രെഡ് വർക്ക് വരുന്നത്. ബേബി പിങ്കിൽ തന്നെ ജോമെട്രിക്കൽ ഡിസൈനിലുള്ള ത്രെഡ് വർക്ക്. മുന്താണി, ബ്ലൗസ്.